നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട നഗരഹൃദയത്തിൽ പട്ടാപ്പകൽ നടന്ന മാലമോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണയ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ആ ശങ്ക തോന്നിയാൽ ഇനി പെട്രോൾ പമ്പുകളിലേക്ക് വല്ലാതെ ഓടേണ്ട. പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി. പമ്പുടമകളുടെ പരാതിയിലാണ് ഇടക്കാല ഉത്തരവ്. ഉപഭോക്താക്കൾക്ക് മാത്രം ഇനി ശുചിമുറികൾ ഉപയോഗിക്കാം. പെട്രോളിയം ട്രേഡേഴ്സ് ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ റിട്ട് ഹർജിയിലാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ശ്രദ്ധേയ വിധി. വലിയ പ്രതിഷേധവുമായി ജനങ്ങൾ. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി ഇന്ത്യയിലേക്ക്. സൂപ്പർ താരമെത്തുന്നത് സെലിബ്രിറ്റി സെവൻസ് ഫുട്ബോൾ ലീഗിന് വേണ്ടി. കേരളത്തിൽ മെസ്സി എത്തില്ല. കൊൽക്കത്ത, മുംബൈ, ഡൽഹി എന്നീ 3 നഗരങ്ങളിലാണ് മെസ്സിയുടെ മുഖ്യാതിഥി വേഷം. ബോളിവുഡ്, ക്രിക്കറ്റ്, ഫുട്ബോൾ താരങ്ങളടങ്ങിയ സെവൻസ് സൈഡ് സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം ദി ഗോട്ട് കപ്പ് പരിപാടിയിൽ പങ്കെടുക്കും. മെസ്സി കളിക്കാൻ ടീമിലുണ്ടാകില്ല. ട്രൈ ബ്രേക്കർ കിക്കെടുക്കും. പുത്തൻ വെല്ലുവിളികളുമായി കാലത്തിന്റെ മാറ്റം. ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ആഘോഷമേളമൊരുക്കി വരവേൽപ്പ് 2025. പഠന പ്രക്രിയയിലെ കുട്ടി, രക്ഷിതാവ്, അധ്യാപക ത്രയങ്ങളെ കോർത്തിണക്കി ബോധവൽക്കരണ ക്ലാസ്. ലഹരി സൃഷ്ടിക്കുന്ന വിപത്തുകൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ആഹ്വാനം. കൂടെയുണ്ട് കരുത്തേകാൻ സന്ദേശവുമായി രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ പരിപാടി. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവ ഉദ്ഘാടനം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭം. അവണൂർ പഞ്ചായത്ത് കുടുംബശ്രീക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായി കുറ്റപ്പെടുത്തൽ. മുൻ ചെയർപേഴ്സൺ വ്യാജ രസീത് നൽകി പണം തട്ടിയെടുത്തതായി കോൺഗ്രസ് മെമ്പർമാർ. വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. ദേശീയ വായനാ ദിനത്തിൽ വീണയൻ ന്യൂസ് അഭിമാനപൂർവം കുഞ്ഞു സാഹിത്യകാരിയുടെ വിശേഷം പറയുന്നു. അവണൂർ സ്വദേശി 12കാരി ഭദ്രക്കുട്ടി വിരാജിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക നഭസിൽ. പുസ്തകങ്ങളുമായി പ്രണയം കൂടിയ ഭദ്ര രചിച്ചത് 3 പുസ്തകങ്ങൾ. സ്വന്തമാക്കിയത് 10ഓളം സംസ്ഥാന പുരസ്കാരങ്ങൾ. വരടിയം ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. മുല്ലക്കൽ വീട്ടിൽ സുമേഷ് ശുഭ ദമ്പതികളുടെ മകൾ. കുഞ്ഞുമേഘം എന്ന കഥാസമാഹാരവും അപ്പൂപ്പൻ താടികൾ എന്ന കവിതാ സമാഹാരവും ആനക്കുട്ടിയല്ല അന്നക്കുട്ടി എന്ന നോവലും കേരളം മുഴുവൻ ചർച്ച. ചുറ്റുമുള്ള കാഴ്ചകളും പ്രകൃതിയും ഭദ്രയുടെ സാഹിത്യ മേഖലയിലെ ഇതിവൃത്തം. സമ്പൂർണ്ണ തിമിര വിമുക്ത നഗരസഭയാകാൻ വടക്കാഞ്ചേരി. 41 ഡിവിഷനുകളിലും ക്ലസ്റ്റർ തലത്തിലും നേത്രപരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും. 2024 പേരിൽ പരിശോധന. 170 പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തി. നേതൃത്വം നൽകിയത് നഗരസഭയോടൊപ്പം ലയൺസ് ക്ലബും. കാഴ്ച 2024 പദ്ധതിയാണ് വിജയ തീരമണയുന്നതെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ. തെക്കുംകര ഊരോക്കാട് നിന്ന് ഒരു സങ്കട വാർത്ത. വയോധിക ദമ്പതികളായ തിരാനിയും രാധയും വാർദ്ധക്യ രൂക്ഷതയിൽ സങ്കട നെരിപ്പോടിൽ.
ഏക ഉപജീവന മാർഗമായ 9 ആടുകളെ കാണാനില്ല. കൊറ്റങ്കോട് വനമേഖലയിലെ മേച്ചിൽപ്പുറത്തേക്ക് വിട്ട പൂർണ്ണ വളർച്ചയെത്തിയ ആടുകളെ ഓർത്ത് കണ്ണീർ വാർത്ത് ദമ്പതികൾ തിരിച്ചെത്തുന്നതും കാത്ത് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാർത്ഥനയോടെ കാത്തിരിപ്പ്. വടക്കാഞ്ചേരി പോലീസിൽ പരാതി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്തെ കുളത്തിനു സമീപം 8 അടി ഉയരത്തിൽ വളർന്ന് കഞ്ചാവ് ചെടികൾ. ഉപയോഗിച്ചവർ അവശിഷ്ടം വലിച്ചെറിഞ്ഞപ്പോൾ മുളച്ചു പൊന്തിയതെന്ന് നിഗമനം. പൊന്തക്കാടിനുള്ളിലെ ചെടികൾ പറിച്ചെടുത്ത് എക്സൈസ് പോലീസ് സംഘം. നട്ടതാണോ എന്നതിനെ കുറിച്ച് അധികൃതരുടെ ഗവേഷണം. അന്വേഷണം ആരംഭിച്ചു. പെരുമഴയ്ക്ക് ശമനമാകുന്നു. ഇനി സാധാരണ മഴക്കാലം. ജൂൺ 24 വരെ ഇടവിട്ട് മഴ പെയ്യും. തെക്ക് പടിഞ്ഞാറൻ കാറ്റിന് ശക്തി കുറഞ്ഞു. ദുർബലമായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ആറ്റത്തറ മുട്ടിക്കലിൽ ജലവിസ്മയ കാഴ്ച. മുട്ടിക്കൽ ചിറയുടെ ഭാഗമായ വെള്ളച്ചാട്ടം അതിമനോഹര ദൃശ്യവിസ്മയം. മിൽമയെ അനുകരിച്ച മിൽന പിടിച്ചത് വല്ലാത്ത പുലിവാല്. അനുകരണത്തിന് കോടതി ചുമത്തിയത് കനത്ത പിഴ. 1 കോടി രൂപയും 6% പിഴ പലിശയും നൽകണം. മിൽമയുടെ ഡിസൈൻ ഉപയോഗിച്ചതിനും വ്യാപാര നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് പിഴ. ദേശീയപാത യാത്രക്കാർക്കായി വമ്പൻ പ്രഖ്യാപനം നടത്തി ഫാസ്ടാഗ്. 3000 രൂപയുടെ വാർഷിക പാസ് അവതരിപ്പിച്ചു. വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇരിങ്ങാലക്കുട നഗരഹൃദയത്തിൽ പട്ടാപ്പകൽ നടന്നത് കണ്ടാൽ വല്ലാതെ ഞെട്ടും. എവിടെ സുരക്ഷയെന്ന ചോദ്യം ഉയർത്താതെ വയ്യ. ബൈക്കിലെത്തിയ 2 അംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്നു. കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിലാണ് സംഭവം. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ വിണയൻ ന്യൂസിന്.